നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ഒറാക്കളുടെയൊക്കെ തന്നെയാണ് കേട്ടോ. കുറേശ്ശെ കാർഡ്സ് എടുത്തിട്ട് വായിച്ചു തരാം. ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. നോക്കട്ടെ. റീയൂണിയൻ, വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നിങ്ങളിപ്പോൾ സെപ്പറേഷനിലിരിക്കുകയാണെങ്കിലും ദൂരത്തിലിരിക്കുകയാണെങ്കിലും തീർച്ചയായും ഒരു റീയൂണിയൻ ഉണ്ടാവും എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു കേട്ടോ. സാബോട്ടാജ്, ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നു. അതായത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങളുടെ സെപ്പറേഷൻ ഉണ്ടായത് എന്നവർ മനസ്സിലാക്കേണ്ടത്. അത് അവർ സമ്മതിക്കുകയാണ് കേട്ടോ. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവരുടെ തെറ്റ് അവർ വീണ്ടും ഏറ്റു പറയുകയാണ്. ദ ഫീൽ ഗിൽറ്റി. ഓക്കെ, അവർക്ക് വേദനയുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ. ദ ഡിസ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് കൂടുതലായി എക്സ്പ്രസ് ചെയ്തിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അവർ എന്തോ നിങ്ങളെ കണ്ടു കാണും, പക്ഷേ അവർ ഒന്നും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണില്ല. അൺസാറ്റിസ്ഫൈഡ്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. അവർ ആ സിറ്റുവേഷനിൽ ഹാപ്പി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഐ വിഷ് ഐ കുഡ് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഓക്കെ, അവർക്ക് അവരെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ്. ഐ കാൻ ടേക്ക് ഇറ്റ് എനിമോർ. സെപ്പറേഷൻ അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഐ വിഷ് ഐ കുഡ് ബി ഫുള്ളി ഓണസ്റ്റ് വിത്ത് യു. നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറയുകയാണ്. ഐ കാൻ ലെറ്റ് ഗോ ഓഫ് യു. നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല. ഐ ഹാവ് ടു ലെറ്റ് യു ഗോ ടു ഫൈൻഡ് മൈസെൽഫ്. അവരിപ്പോൾ തൽക്കാലം ഒരു സെപ്പറേഷനിൽ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അവർക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ അവർക്ക് മനസ്സുകൊണ്ട് നിങ്ങളെ വിട്ട് കളയാൻ സാധിക്കില്ല. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് പറയുന്നു ഐ കാൺ ലെറ്റ് ഗോ ഓഫ് യു എന്ന്, മറ്റേ സ്ഥലത്ത് പറഞ്ഞു ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. കാരണം അവർക്കൊരു ക്ലാരിറ്റി കിട്ടണം അതിന് വേണ്ടിയിട്ട്. ഇഫ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം ഐ വുഡ് ഹാൻഡിൽ എസ് ഡിഫറെൻ്റ്ലി. റിവൈൻഡ് ചെയ്ത് ബാക്കിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അവർ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തേനെ എന്നും പറയുകയാണ് കേട്ടോ.